നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാം ഗെറ്റ് ടുഗദർ പാർട്ടിയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വിഷ്ണുവിൻ്റെ വീട്ടിൽ ഒത്തുകൂടിയിട്ട് ഫുഡൊക്കെ വെച്ച് കഴിക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കാര്യങ്ങളൊക്കെ വറുത്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി വട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ബിരിയാണി വയ്ക്കാനൊരു പ്ലാനിലാണ്, ചിക്കൻ ബിരിയാണി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഉള്ളിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 7-8 പേരകത്തുണ്ട് മൊത്തത്തിൽ. ഇനി 2 പേരൊക്കെ വരാറുണ്ട്. അപ്പം നമ്മൾ രാജേഷ് ഇവിടെ നിന്ന് ഫ്രൂട്ട്സ് അരിഞ്ഞുകൊണ്ടിരിക്കുക. രാജേഷിനൊക്കെ നമ്മൾ പണ്ട് നമ്മുടെ ട്രാവൽ വ്ലോഗിൽ കണ്ടിട്ടുണ്ട്. വിഷ്ണുവിലിരുന്ന് ഉള്ളിയൊക്കെ വട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊക്കെ വരാനുള്ള വെയിറ്റിങ്ങിലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പാചകവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫ്രണ്ട്സായിട്ടുള്ള ഗെറ്റ് ടുഗദർ പാർട്ടിയാണ്. അപ്പം നമ്മൾ ഇപ്പം ചെറിയ ഉള്ളി ഇട്ടു, തക്കാളി ഇട്ടു, സവാള വട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പുറത്തേക്ക് നമുക്ക് ദാഹം മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. രാജേഷ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ഗരം മസാല ഇതിൻ്റെ കൂടെ എടുത്ത് കാശ്മീരി ചില്ലിയും ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം മൊത്തത്തിലൊരു എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളെ ഫ്രണ്ട്സായിട്ടൊരു ഗെറ്റ് ടുഗദർ പാർട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വൈബും അതിൻ്റെ ഓളവും നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ എരിവുള്ള മുളക് പൊടി, നേരത്തെ നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടു, ഇപ്പോൾ നമ്മൾ എരിവുള്ള മുളക് പൊടി. അപ്പം ഇതെല്ലാം ആയിട്ട് നമ്മൾ ഉള്ളി വഴട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലിങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോകരുത്. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് ചിക്കനും കൂടെ മാരിനേറ്റ് ചെയ്ത് നമ്മളിതിനകത്ത് ഇടുവാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ തൈരിലാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ ചിക്കൻ നല്ല ജ്യൂസിയും ടെൻഡറും ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ തൈരിൽ മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്കണേ. അപ്പോൾ നമ്മൾ ചിക്കൻ തൈരിൽ കുറച്ച് മാരിനേറ്റ് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് രാജേഷ് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത്. അപ്പം ഊഹിക്കാമല്ലോ എന്താണ് പരിപാടി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് നമ്മൾ ഉപ്പ് കുറവാണെന്ന് തോന്നുന്നു, ലേശം ഉപ്പും കൂടെ നമ്മളിട്ടിട്ട് ശകലം കസൂരി മെത്തി ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പം ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. കസൂരി മെത്തി ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ആ ഉള്ളിയുടെയൊക്കെ ഒരു മധുരമൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പം ചിക്കൻ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വേറെ ഒരു പരിപാടിയുണ്ട്. നമ്മൾ ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കണ്ടേ. അപ്പം ഏതൊക്കെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ബിരിയാണിക്കുള്ള അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാർത്തെടുക്കാനാണ് പ്ലാൻ, അല്ലെങ്കിൽ വേവിച്ച് വറ്റിച്ചെടുക്കുന്നതിന് വാർത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ, തക്കോലം, പിന്നെ നമ്മുടെ ഏലക്കായ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ഫുൾ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഡാൽഡ ഇടുന്നുണ്ട്, ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് ലേശം കയറ്റി ഇടണേ. അപ്പോഴും നമ്മൾ ബിരിയാണി ഇത് നമ്മുടെ പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും കൂടെ ചതച്ചതാണ് ഇടുന്നത്. അപ്പം ഇത്രയും കൂടി ഇട്ടിട്ട് വെള്ളം നല്ലതുപോലെ തിളപ്പിക്കുക. ഒന്ന് കലക്കി കൊടുത്ത് ഉപ്പുണ്ടോ നോക്കണം. എപ്പോഴും ഉപ്പ് നമ്മൾ ശകലം സാധാരണ ഇടുന്നതിനെ കഴിഞ്ഞ് ബിരിയാണി വയ്ക്കും ഉപ്പ് ലേശം കയറ്റിയിടുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് തിളപ്പിക്കുക. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ കുതിർത്ത അരി ഒന്ന് ഫ്രൈ ചെയ്യാണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടേ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത അരിയില്ലേ, ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം അരി ഒന്ന് വറുത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. കാരണം നമ്മൾ ബിരിയാണിക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ വട്ടോളി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ഏകദേശം ബിരിയാണിയല്ലല്ലോ, ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ബിരിയാണിക്ക്. അപ്പം അതൊന്ന് വേഗം നോക്കി പാകമായി കഴിഞ്ഞാൽ നമുക്കതിനെ ഒന്ന് വാർത്തെടുക്കുക എന്നുള്ളതാണ്. വാർത്തെടുത്തിട്ട് നമുക്ക് ഈ ഇരിക്കുന്ന പെരുവേറമാരെല്ലാം ബിരിയാണി എപ്പോൾ റെഡിയാകുമ്പോൾ കാത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ചോറൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ദം ചെയ്യാനായിട്ട് കറി നമ്മുടെ മസാല ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് റൈസ് നല്ല ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണേ. അപ്പോഴത്തേനും ആ ദമ്മ് കറക്റ്റായി വരത്തുള്ളൂ. അപ്പം നമ്മൾ ഇതേപോലെ ചൂടോടെ റൈസ് ഒന്ന് നിരത്തി കൊടുക്കുക. നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ബിരിയാണി ചെയ്യുന്ന ഇഷ്ടംപോലെ വീഡിയോ നമ്മുടെ ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് തന്നെ കയറി നോക്കിയാൽ മതി. ബിരിയാണി റൈസസ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കണ്ടില്ലാത്തൊരു കയറി കണ്ട് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ വറുത്ത ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. നമ്മൾ ദമ്മിലേക്ക് ഇടുന്നുണ്ട്. ഇട്ടതിന് ശേഷം നമുക്കിൻ്റെ അടപ്പ് പാത്രം അത്ര കറക്റ്റ് അല്ലാത്ത നമ്മളൊരു വാഴയിൽ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് അടപ്പ് വെച്ച് ദം ചെയ്യാണ്. അപ്പോൾ ദം ചെയ്തിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് എപ്പോൾ ദം പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ വിഷ്ണുവിൻ്റെ വൈഫ് ഫിഷ് ഫ്രൈയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദമ്മൊക്കെ റെഡി ആയിട്ടിട്ട് നമ്മൾ ഇനി എന്താ പരിപാടി, ഇതെല്ലാം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിഷ്ണുവളിയൻ പോഞ്ഞിക്കയറി എടുത്തതുപോലെ എടുക്കാൻ ട്രൈ ചെയ്തപ്പം കൈ പൊള്ളി. അതുകൊണ്ട് നമ്മൾ ഒരു പേപ്പർ എന്തെങ്കിലും വെച്ച് എടുക്കാനുള്ള പ്ലാനിലാണ്. വരുന്നുണ്ട് ബിരിയാണി വരുന്നുണ്ട്.
മാറിക്കോ. ബിരിയാണി റെഡി. ഓക്കെ, ടേബിളിൽ കൊണ്ട് സെറ്റ് ചെയ്ത് കണ്ടോ. നമ്മൾ ഇതെല്ലാം വിശ നിൽക്കുവാണ്. ഇനി ഇതെല്ലാം ആക്രമിച്ച് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. കണ്ടോ, നമ്മളെ എല്ലാ സ്പൈസസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി മണം വരുന്നുണ്ട്. നമ്മുടെ ഉള്ളിയും ഒക്കെ വറുത്തൊക്കെ നല്ല ഇതായിട്ടുണ്ട്. നമ്മുടെ ഇലയൊക്കെ നല്ലതുപോലെ വാടി. നമ്മൾ ഇച്ചിരി പൈനാപ്പിൾ എസൻസും കുറച്ച് യെല്ലോ കളറും റെഡ് കളറും കൂടെ, അത് നമ്മുടെ മഞ്ഞളും നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് 2 കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ബിരിയാണി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിക്കുക എന്നുള്ള പരിപാടിയുള്ളൂ. നമ്മുടെ ഇഷ്ടമുള്ള എൻ്റെ വീട്ടിലാണ് പരിപാടി നടക്കുന്നത്. മൊത്തം അല്ലെങ്കിൽ നല്ല പണിയാണ്. കാരണം ടേബിൾ സെറ്റ് ചെയ്യുക, വീട് ഒരുക്കുക, പാത്രങ്ങൾ എടുത്ത് തരിക, അങ്ങനെ മൊത്തം ആശാൻ ബിസിയാണ്. അതിൻ്റെ ഇടയിൽ ആദ്യമേ മോന് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. നമ്മുടെ അനന്തൂട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ അനന്തൂട്ടനാണ് ആദ്യം നമ്മുടെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു അപ്പനും മോനും കൊണ്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് തലയിടണ്ട. ഒരു അപ്പനും മോനും എന്താണെന്ന് വെച്ചാൽ അവരായിക്കോട്ടെ. കണ്ടോ, നമ്മൾ മോനെ എടുത്ത് ടേബിളിൻ്റെ പുറത്തേക്ക് ഇരുത്തി. ഇനി അവൻ കഴിച്ചു നോക്കും എങ്ങനെയാണെന്ന്. അടിപൊളി. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവന് ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ബാക്കിയൊക്കെ ഓക്കെ ആണല്ലോ. അപ്പോൾ ബാക്കി എല്ലാ തടിയന്മാരും വന്നിട്ടുണ്ട്. രാജേഷുണ്ട്, അനൂപുണ്ട്, വിജീഷുണ്ട്, അരുണുണ്ട്, വിഷ്ണു, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇനി കഴിക്കുക എന്നുള്ള പ്ലാൻ മാത്രമേ ഉള്ളൂ. ടേബിളൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് ഇനി സെർവിങ് പരിപാടിയാണ്. ഇത് എല്ലാവരും നോക്കിയിരിക്കണം. എല്ലാം ഉണ്ട്, നല്ല പരിപാടിയായിരുന്നു. നമ്മളെ ബിരിയാണി ഉണ്ട്, സാലഡുണ്ട്, ചമ്മന്തിയുണ്ട്, ഡേറ്റ്സിൻ്റെ പിക്കിളുണ്ടായിരുന്നു, ഫിഷിൻ്റെ ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി പരിപാടികൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടു കാണുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഓൾ ഇൻ ഓൾ ഒരു ഫ്രണ്ട്സ് പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മളെല്ലാവരും ഒരുപാട് കാലത്തിന് ശേഷമാണ്, എനിക്ക് തോന്നുന്നു ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ അങ്ങനത്തെ ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി വെക്കുന്നത്. അല്ലാണ്ട് നമ്മൾ മിക്കവാറും എൻ്റെ വീട്ടിലാണ് വെച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ഒക്കേഷനിൽ നമ്മൾ ഒന്ന് മാറ്റി വിഷ്ണുവിൻ്റെ വീട്ടിലാക്കിയതേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരുമായിട്ട് ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ നിങ്ങൾ എനിക്കൊന്ന് വേറെ കുറേ പേരും ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലുള്ളവർ ചെയ്യുന്നതായിരിക്കും. ഇത് ഞങ്ങളെല്ലാവരും ഏകദേശം +2 തൊട്ടുള്ള ഗ്യാങ്ങാണ്. അതിൽ കുറേ പേര് അതിന് മുമ്പേ ഉള്ളവരുണ്ട്. ഓൾമോസ്റ്റ് +2 തൊട്ടുള്ള ഗ്യാങ്ങാണ്. ഇപ്പോഴും നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരുമായിട്ട് ബൈ.